بسم الله الرحمن الرحيم. ولئن سألتهم من خلقهم ليقولن الله فأنى يؤفكون وقيله يا رب إن هؤلاء قوم لا يؤمنون فاصفح عنهم وقل سلام فسوف يعلمون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1723 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 43 അധ്യായമായ സൂറത്ത് സുഹ്റൂഫിലെ 87 മുതൽ 89 വരെയുള്ള അവസാനത്തെ 3 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولئن سألتهم من خلقهم ليقولن الله فأنى يؤفكون وقيله يا رب إن هؤلاء قوم لا يؤمنون فاصفح عنهم وقل سلام فسوف يعلمون. صدق الله العلي العظيم. സൂറത്ത് സുഹ്റൂഫിലെ 87 മുതൽ 89 വരെയുള്ള അവസാനത്തെ 3 ആയത്തുകളാണ് ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്ത് സുഹ്റൂഫിന്റെ പഠനം നമ്മൾ പൂർത്തിയാക്കുകയാണ്. ഈ അവസാനത്തെ 3 ആയത്തുകളും ഇന്നലെ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയ 3 ആയത്തുകളും ചേർന്നുകൊണ്ട് ഈ സൂറത്തിന്റെ ഒരു ഉപസംഹാരമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ആശയപരമായി ഈ സൂറത്ത് പ്രതിപാദിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങളെ ഉപസംഹരിച്ചുകൊണ്ട് ചില വ്യക്തതയുള്ള പ്രസ്താവനകൾ നടത്തുകയാണ് ഈ അവസാന ആയത്തുകളിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിൽ അതിന്റെ മുമ്പ് സൂറത്തിന്റെ തുടക്കം മുതൽ നമ്മൾ ഈ 80, 83, 84 ആയത്തുകൾ വരെയൊക്കെ ചർച്ച ചെയ്തിരുന്ന വിഷയങ്ങളുടെ എന്ന് പറഞ്ഞാൽ മക്കയിലെ ബഹുദൈവ വിശ്വാസികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വീകരിച്ചിരുന്ന നിലപാടിനെ പരാമർശിച്ചുകൊണ്ട് ആ ഒരു വിഷയത്തെ മുഖവിലക്ക് എടുത്തുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് ചർച്ചയിൽ വന്നിരുന്നതെങ്കിൽ ഈ അവസാനത്തെ ആയത്തുകള് അള്ളാഹുവിന്റെ ഔന്നത്യത്തെയും ഈ ആളുകള് അത് ഉൾക്കൊള്ളാതെ കണ്ട് സ്വീകരിക്കുന്ന അവരുടെ നിലപാടിനെയും പരാമർശിച്ചുകൊണ്ടുള്ള ചില ചുരുക്കി പറയലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആകാശഭൂമികളുടെ ഉടമസ്ഥനായ അള്ളാഹു അനുഗ്രഹപൂരിതനാണ്. അവന്റെ കയ്യിലാണ് അന്ത്യസമയത്തിന്റെ ഉയിർത്തെഴുന്നേൽപ്പിന്റെ സമയത്തെക്കുറിച്ചുള്ള അറിവുള്ളത്. അവനിലേക്കാണ് എല്ലാവരും തിരികെ പോകാനിരിക്കുന്നത്. അതുപോലെ മക്കയിലെ ഈ ദൈവവിശ്വാസികളായ ആളുകൾ, മുശ്രിക്കുകളായ ആളുകൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവരുടെ ആരാധ്യന്മാര് അവർ യാതൊരു നിലക്കും അവർക്ക് പ്രയോജനം ചെയ്യുന്ന വിധത്തിലുള്ള ശഫാഅത്ത് ചെയ്യാൻ കഴിയുന്നവരല്ല. ശുപാർശ ചെയ്യാനുള്ള യാതൊരു യോഗ്യതയും അർഹതയും അവർക്കില്ല. ഇനി ആരുടെയെങ്കിലും ശുപാർശക്ക് അർഹരാകുന്ന വിധത്തിലുള്ള ഒരു അവസ്ഥ ഈ ആരാധ്യന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മക്കയിലെ മുശ്രിക്കുകൾക്ക് ഇല്ലതാനും. കാരണം
ഷഫാഴത്ത് സ്വീകരിക്കപ്പെടുന്നത് ഹക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഹക്കിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട്, അറിവിന്റെ അടിസ്ഥാനത്തിലോ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ നിലപാടുകൾ സ്വീകരിച്ച ആളുകളുടേത് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെയും സിദ്ദീഖുകളുടെയും ശുഹദാകളുടെയും ഔലിയാകളുടെയും ഒക്കെ അവരൊക്കെയാണ് സത്യത്തിന് സാക്ഷികളായിക്കൊണ്ട് മുന്നിട്ട് നിന്ന ആളുകൾ. അങ്ങനെ സത്യസാക്ഷ്യം വഹിച്ച, അറിവിനെ ജ്ഞാനത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സത്യസാക്ഷ്യം വഹിച്ച ആളുകളാണ് ഷഫാഴത്തിനുള്ള അർഹതയുള്ളവർ. അത്തരം സത്യസാക്ഷ്യത്തിന് സന്നദ്ധരായ ആളുകൾക്കാണ് ഷഫാഴത്ത് പ്രയോജനപ്പെടുകയും ചെയ്യുക. അതുകൊണ്ട് ഈ ആളുകളുടെ, ഈ ആരാധ്യന്മാര് ആയിട്ട് അവർ കാണുന്നവരുടെ ഷഫാഴത്ത് ഇവർക്ക് ഒരു നിലക്കും പ്രയോജനപ്പെടാൻ പോകുന്നുമില്ല എന്ന കാര്യമാണ് അവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. അതിനുശേഷം ഈ അവസാനത്തെ 3 ആയത്തുകൾ, ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകൾ നോക്കുക. വലഇൻ സഅൽതഹും മൻ ഖലഖഹും. ഇനി പ്രവാചകരെ, താങ്കൾ അവരോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. മൻ ഖലഖഹും, ആരാണ് അവരെ സൃഷ്ടിച്ചത് എന്ന്. മൻ ഖലഖഹും എന്ന് ചോദിച്ചാൽ അവര് നൽകുന്ന മറുപടി ലയഖൂലുന്ന അല്ലാഹ്, അവർ നൽകുന്ന മറുപടി അല്ലാഹു ആണ് എന്നാണ്. ആരാണ് അവരെ സൃഷ്ടിച്ചത് എന്നതാണ് ചോദ്യം. മറുപടി അവർ നൽകുന്നത് അല്ലാഹു എന്നാണ്. അല്ലാഹു ആണ് സൃഷ്ടിച്ചത് എന്ന് ഈ ആളുകള് യാതൊരു വൈമനസ്യവും ഇല്ലാതെ പറയും. അപ്പൊ ചോദ്യത്തിന് 2 അർത്ഥസാധ്യതകളുണ്ട് ഇവിടെ. മൻ ഖലഖഹും എന്നാണ് ചോദ്യം. ഈ ആളുകളെ ആരാണ് സൃഷ്ടിച്ചത് എന്നതാണ് ചോദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ, മക്കയിലെ അഭിസംബോധന ചെയ്യപ്പെടുന്ന മുശ്രിക്കുകളായ ആളുകളുടെ സ്രഷ്ടാവ് ആരാണ്, അവരുടെ ഖാലിഖ് ആരാണ് എന്നതാണ് അവരോട് ചോദിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അവരുടെ മറുപടി അല്ലാഹു എന്നാണ്. അല്ലാഹു ആണ് ഞങ്ങളെ സൃഷ്ടിച്ചത്, ഈ ആലിഹത്തുകളൊന്നുമല്ല. ഞങ്ങൾ പലരെയും ഞങ്ങളുടെ ആലിഹത്തുകള്, ഔലിയാകള് എന്ന നിലക്ക് വിളിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ ഷഫാഴത്ത് അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് പ്രയോജനം ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ വിളിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ സ്രഷ്ടാവ് അള്ളാഹു തന്നെയാണ് എന്നതാണ് അവർ ഏറ്റുപറയുന്ന കാര്യം. ഇതാണ് ഒരു സാധ്യത. ഈ ആളുകളുടെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആലിഹത്തുകളൊക്കെ ഇരിക്കെ തന്നെ, ഈ ആലിഹത്തുകളാണോ നിങ്ങളെ സൃഷ്ടിച്ചത്, അതല്ല അള്ളാഹു ആണോ എന്ന ആശയം ധ്വനിപ്പിക്കുന്ന വിധത്തിൽ അവരോട് ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. ആരാണ് അവരുടെ സൃഷ്ടാവ് എന്ന്. അവര് യാതൊരു ആശങ്കയും സന്ദേഹവും ഒന്നും കൂടാതെ തന്നെ പറയും അല്ലാഹു ആണ് എന്ന്. ഇതാണ് ഒരു അർത്ഥതലം. മറ്റൊരു അർത്ഥതലം, ഈ ആലിഹത്തുകളെ ആരാണ് സൃഷ്ടിച്ചത് എന്നതാണ്. ഇവര് വിളിച്ച് പ്രാർത്ഥിക്കുന്ന പലതരം ആലിഹത്തുകളുണ്ട്, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ആയവർ. അതുപോലെ ഇവരുടെ പല അള്ളാഹുവിലേക്ക് അവർക്ക് സാമീപ്യം നേടിക്കൊടുക്കും എന്ന് അവർ കരുതുന്ന തരം പല പ്രതിഭാസങ്ങളും. ഇവയുടെയൊക്കെ സൃഷ്ടാവ് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും ജീവിച്ചിരിക്കുന്നവരായാലും മരിച്ചുപോയവരായാലും അതല്ല വല്ല വിഗ്രഹങ്ങളോ മൂർത്തികളോ ഒക്കെയാണ് അവര് ആലിഹത്തുകളായിട്ട് പരിഗണിക്കുകയും അവയോടാണ് ശഫാഅത്ത് നടത്താൻ വേണ്ടി ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുന്നതെങ്കിൽ അവരും. ഇവരുടെയൊക്കെ സ്രഷ്ടാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അവര് നൽകുന്ന മറുപടി അല്ലാഹു ആണ് എന്നാണ്. അല്ലാഹു അവരുടെ രീതികൾ എന്തുമാത്രം ദുർബലമായതും അടിത്തറയില്ലാത്തതുമാണ് എന്നത് വെളിപ്പെടുത്തുകയാണ് ഇവിടെ. അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാനാണ് അള്ളാഹു ഈ വെളിപ്പാടുകളിൽ ഉടനീളം ആവശ്യപ്പെടുന്ന കാര്യം. എന്നാൽ അവര് ഷാഠ്യത്തോടു കൂടി അള്ളാഹുവിനോട് കാര്യങ്ങള് പറയുവാനും അവർക്ക് വേണ്ട വിധത്തില് കാര്യങ്ങളെ അനുകൂലമാക്കി കൊടുക്കുവാനും ഒക്കെ വേണ്ടി അവർക്കായിട്ട് ശഫാഅത്ത് ചെയ്യാൻ മറ്റു പല ആലിഹത്തുകളോടുമാണ് ആവശ്യപ്പെടുന്നത്. അപ്പോ ഈ ആളുകളോട്, ഇങ്ങനെ ചെയ്യുന്ന ആളുകളോട് നിങ്ങളുടെ ഈ ആലിഹത്തുകളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അപ്പോഴും അവര് നിർലജ്ജമായിട്ട് അല്ലാഹു ആണ് എന്ന് പറയും. അത് ജീവിച്ചിരിപ്പുള്ള ആളുകളാണെങ്കിലും മരിച്ചുപോയ ആളുകളാണെങ്കിലും ഇനി ഏതെങ്കിലും
ആളുകളെ പ്രതീകാത്മകമായിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന വല്ല വിഗ്രഹങ്ങളോ മൂർത്തികളോ ഒക്കെ ആണെങ്കിലും അടിസ്ഥാനപരമായി അവയൊക്കെയും തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, അല്ലെങ്കിൽ സൃഷ്ടികളാണ് എന്ന് കാണാം. ഈ മരിച്ചുപോയ ആളുകളുടെ കാര്യത്തിലാണെങ്കിൽ അവർ അള്ളാഹുവിന്റെ സൃഷ്ടികളായിരുന്നു, മനുഷ്യരായിരുന്നു, അല്ലെങ്കിൽ മനുഷ്യരുടെ കൂട്ടത്തിൽ ചിലരായിരുന്നു. ഇനി വിഗ്രഹങ്ങളോ മൂർത്തികളോ ഒക്കെ ആണെങ്കിൽ അതുണ്ടാക്കാൻ ഉപയോഗിച്ച സാധനങ്ങളും അള്ളാഹു സൃഷ്ടിച്ചത് തന്നെയാണ്. അപ്പൊ അവര് ഇവയെ ആര് സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ അവര് മറുപടി നൽകുന്നത് അള്ളാഹുവാണ് എന്നതാണ്. ഈ ആരാധനകൾ അർപ്പിക്കുന്ന, ശഫാഅത്ത് തേടുന്ന ഈ മക്കയിലെ ഖുറൈശികളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന ഒരർത്ഥത്തിൽ ഈ ചോദ്യം മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ അവരുടെ മറുപടി അള്ളാഹുവാണ് ഞങ്ങളുടെ സൃഷ്ടാവ് എന്നാണ് അവര് മറുപടിയായിട്ട് നൽകുക. ഇനി നിങ്ങളുടെ ആരാധ്യന്മാരുടെ സൃഷ്ടാവ് ആരാണെന്ന് ചോദിച്ചാലും മറുപടി അള്ളാഹുവാണ് എന്നാണ്. അപ്പൊ ഇവരുടെ ഈ ശഫാഅത്തിന് വേണ്ടി അവര് കണ്ടെത്തുന്ന മറ്റ് ആലിഹത്തുകളോട് അവര് വിളിച്ച് പ്രാർത്ഥിക്കുന്നതില് അതിലടങ്ങിയിട്ടുള്ള ബുദ്ധിശൂന്യത എത്രത്തോളം ഉണ്ട് എന്നതാണ് അള്ളാഹുവിടെ വെളിപ്പെടുത്തുന്ന കാര്യം. ഇവരുടെ സ്രഷ്ടാവ് അള്ളാഹുവാണ്, ഇവരുടെ ആരാധ്യന്മാരുടെയും സ്രഷ്ടാവ് അള്ളാഹുവാണ്. എന്നിട്ടും ഇവര് അർഹതയില്ലാത്ത ചില ആരാധ്യന്മാരെ കണ്ടെത്തി അവരോട് പ്രാർത്ഥിക്കുകയും അവരോട് തേടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോ അവരുടെ കൺമുന്നിലുള്ള വസ്തുത. ഇതാണ് വിഷയം. അപ്പോ വലഇൻ സഅൽതഹും മൻ ഖലഖഹും, ആരാണ് അവരെ സൃഷ്ടിച്ചത് എന്ന് അവരോട് പ്രവാചകരെ താങ്കൾ ചോദിക്കുകയാണെങ്കിൽ ലയഖൂലുന്നല്ലാഹ്, അവര് പറയുക അള്ളാഹുവാണ് എന്നാണ്. ഇതാണ് അവരുടെ മറുപടി. അത് ഈ അവരെ സൃഷ്ടിച്ചത് ആരാണ്, അതുപോലെ അവരുടെ ആരാധ്യന്മാരെ സൃഷ്ടിച്ചത് ആരാണ് എന്നീ രണ്ട് വിധത്തില് ഈ ചോദ്യത്തെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ രണ്ടു നിലക്കും അതിനെ കാണുന്നതിന് കുഴപ്പമില്ല. ഭാഷാപരമായിട്ട്, വ്യാകരണ ഘടനാപരമായിട്ട് അങ്ങനെയുള്ള രണ്ട് വായനക്കും സാധ്യതയുണ്ട്. ലയഖൂലുന്ന അല്ലാഹ്, അവരുടെ മറുപടി അള്ളാഹുവാണ് സൃഷ്ടിച്ചത് എന്നാണ്. ഫഅന്നാ യുഫകൂൻ. എന്നിട്ട് ഇങ്ങനെ അവര് മറുപടി നൽകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അള്ളാഹു ചോദിക്കുന്നത്, എന്നിട്ടും അവരെങ്ങനെയാണ് വഞ്ചിതരാക്കപ്പെടുന്നത് എന്നാണ്. ആരാണ് അവരെ സൃഷ്ടിച്ചത് എന്നുള്ള ചോദ്യത്തിന് അവരുടെ ഉത്തരം അള്ളാഹുവാണ് എന്നാണ്. അവരുടെ ആരാധ്യന്മാരെ ആരാണ് സൃഷ്ടിച്ചത് എന്നതാണ് ചോദ്യമെങ്കിലും അവരുടെ ഉത്തരം അള്ളാഹുവാണ് എന്നതാണ്. എന്നിട്ടും ഫഅന്നാ യുഫകൂൻ, എന്നിട്ടും ഇവര് വിഡ്ഢികളാക്കപ്പെടുന്നത് എങ്ങനെയാണ്? അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരായി ഇവര് മാറുന്നത് എങ്ങനെയാണ്? ഈ വിഡ്ഢിത്തം അവര് ചെയ്യുന്നവരായി മാറുന്നത് എന്തുകൊണ്ടാണ് എന്നതാണ് ചോദ്യം. ഫഅന്നാ യുഫകൂൻ, പിന്നെ എങ്ങനെയാണ് അവര്, ഏത് വിധത്തിലാണ്, എവിടുന്നാണ് അവര് വഴിപിഴപ്പിക്കപ്പെടുന്നത് എന്നതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോ ഫഅന്നാ യുഫകൂൻ, ഫഅന്ന എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി എവിടെ നിന്ന് എന്നാണ് അത് നൽകുന്ന സൂചന. ഫഅന്നാ യുഫകൂൻ, അവര് വഴിപിഴപ്പിക്കപ്പെടുന്നത് പിന്നെ എവിടെ നിന്നാണ് എന്നാണ്. അതെങ്ങനെയാണ്, ഏത് ആംഗിളിൽ നിന്നാണ്, അല്ലെങ്കിൽ ഏത് സ്രോതസ്സിൽ നിന്നാണ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കാം. ഫഅന്നാ യുഫകൂൻ, വസ്തുത ഇതാണ് എന്നിരിക്കെ അവരെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, അവരുടെ ആരാധ്യന്മാരുടെയും സ്രഷ്ടാവ് അള്ളാഹുവാണ് എന്നതാണ് വസ്തുത എന്നിരിക്കെ പിന്നെ എങ്ങനെ, എവിടുന്ന്, എന്ത് കാരണത്താൽ ഇവര് വഴിപിഴപ്പിക്കപ്പെടുന്നു എന്നതാണ് ചോദ്യം. വഖീലിഹി, ഇനി അള്ളാഹു അതിനോട് ചേർത്ത് പറയുകയാണ്, അദ്ദേഹത്തിന്റെ ഒരു ഒരു വചനമാണ്. വ എന്നുള്ളത് അവിടെ ഒരു ശബ്ദ സ്വഭാവമുള്ള ഒരു പ്രസ്താവന നടത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള വാവാണ്. അറബി ഭാഷയില് വാവുൽ ഖസം എന്ന് പറയും. ഒരു സത്യം ചെയ്ത് പറയുന്ന ആവശ്യം, വല്ലാഹി എന്ന് പറയുന്നതിലുള്ള വാവു പോലെ. വഖീലിഹി, അവരുടെ, അദ്ദേഹത്തിന്റെ ഈ വചനമാണ്. അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് അള്ളാഹു ഒരു കാര്യം പറയാൻ പോകുന്നത്. ആരുടെ വചനമാണ്? വഖീലിഹി. ഖീൽ എന്ന് പറഞ്ഞാൽ ഖൗൽ എന്നതേ അർത്ഥമാണ് അതിനുള്ളത്.
സംസാരം, വചനം, പ്രസ്താവന എന്നൊക്കെ കാണാം. അപ്പോ വഖീലിഹി അദ്ദേഹത്തിന്റെ വചനമാണ് എന്ന് പറഞ്ഞാൽ ഈ സത്യനിഷേധികളും ബഹുദൈവാരാധകരും ഒക്കെയായ ആളുകളുടെ പ്രതികരണത്തിന്റെ അല്ലെങ്കിൽ നിലപാടുകളുടെ പശ്ചാത്തലത്തില് പ്രവാചകൻ പറയുന്ന ഒരു കാര്യം അല്ലാഹു ഇവിടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. പ്രവാചകന്റെ വചനം ഇങ്ങനെയാണ്, വഖീലിഹി അദ്ദേഹത്തിന്റെ ഈ വചനം അതാണ് സത്യം എന്ന് പറയുന്ന വിധത്തില്. വഖീലിഹി യാ റബ്ബി ഇന്ന ഹഉലാഇ ഖൗമുൻ ലാ യുഅ്മിനൂൻ. വഖീലിഹി അദ്ദേഹത്തിന്റെ വചനമാണ്. എന്ത് വചനം? യാ റബ്ബി എന്റെ തമ്പുരാനെ, ഇന്ന ഹഉലാഇ ഖൗമുൻ ലാ യുഅ്മിനൂൻ, ഈ കൂട്ടർ വിശ്വാസം ഉൾക്കൊള്ളാൻ ഒട്ടും സന്നദ്ധരല്ലാത്തവരാണല്ലോ എന്നാണ് ദൂതൻ പറയുന്നത്. അള്ളാഹുവിന്റെ ദൂതൻ അവരെ കുറിച്ച് പറയുന്ന കാര്യമാണ് അള്ളാഹു ഇവിടെ ഉദ്ധരിക്കുകയും അതിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ശപഥമാണ് ഇവിടെ ചെയ്യുകയും ചെയ്യുന്നത്. പ്രവാചകന്റെ വചനമാണ്, ഇവരെ കുറിച്ചുള്ള പ്രവാചകന്റെ പ്രസ്താവനയാണ്. ആ പ്രസ്താവന ഇങ്ങനെയാണ്, യാ റബ്ബി ഇന്ന ഹഉലാഇ ഖൗമുൻ ലാ യുഅ്മിനൂൻ. അത് വല്ലാത്ത വിഷമവും അതുപോലെ തന്നെ മാനസികമായ പ്രയാസവും ഒക്കെ അനുഭവിക്കുന്ന, അത് പ്രകടമാക്കുന്ന ഒരു വചനമാണ്. നൂഹ് അലൈഹിസ്സലാം സമാനമായ വാക്യങ്ങൾ അദ്ദേഹത്തിന്റെ പ്രയത്നങ്ങളുടെ ഒടുക്കം പറയുന്നത് നമ്മൾ സൂറത്തു നൂഹിലും വേറെ ചിലയിടങ്ങളിലും ഒക്കെ കാണുന്നുണ്ട്. തന്റെ ജനത അദ്ദേഹം അവരുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ട് സത്യത്തിന് സാക്ഷികളാകാൻ കൂട്ടാക്കാതെ വിമുഖത കാണിക്കുന്നത് കണ്ടപ്പോഴാണ് തീർത്തും അവരുടെ കാര്യത്തിൽ പ്രതീക്ഷ അറ്റ അവസ്ഥയിലാണ് നൂഹ് അലൈഹിസ്സലാം അങ്ങനെ ഒരു കാര്യം പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടതാണ്, ലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം എന്ന് പറഞ്ഞുകൊണ്ട് താങ്കള് അവരുടെ പുറകെ നടന്ന് നിരാശ ബാധിച്ചവനായിക്കൊണ്ട് താങ്കളെ തന്നെ നശിപ്പിക്കുന്നവനായി പോവുമല്ലോ എന്ന ഒരു ആശങ്ക അള്ളാഹു പ്രകടിപ്പിക്കുന്നത് കാണാം. അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആളുകളെ കുറിച്ച് അവരുടെ പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യം, നടത്തുന്ന പ്രസ്താവന ഇതാണ്, യാ റബ്ബി ഇന്ന ഹഉലാഇ ഖൗമുൻ ലാ യുഅ്മിനൂൻ. എന്റെ റബ്ബെ, ഈ കൂട്ടര് വിശ്വസിക്കാനേ കൂട്ടാക്കാത്ത, സന്നദ്ധതയില്ലാത്ത ഒരു ജനതയാണല്ലോ എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷമമാണ്, അദ്ദേഹത്തിന്റെ സങ്കടവും വേദനയുമാണ് അദ്ദേഹം ഇവിടെ പ്രകടിപ്പിക്കുന്നത്. അതിനെയാണ്, ആ വാചകത്തെയാണ് അള്ളാഹു ഇവിടെ ഒരു സാക്ഷ്യവചനമായിട്ട് എടുത്ത് കേൾപ്പിക്കുന്നത് നമ്മളെ. അദ്ദേഹത്തിന്റെ വചനമുണ്ടല്ലോ, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ അന്ത്യപ്രവാചകൻ നിങ്ങളെക്കുറിച്ച് പറഞ്ഞ കാര്യമുണ്ടല്ലോ, ആ കാര്യം മുൻനിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ എന്നുള്ള നിലക്കാണ് അള്ളാഹു ഈ കാര്യം ഇവിടെ ഉദ്ധരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. വഖീലിഹി യാ റബ്ബി ഇന്ന ഹഉലാഇ ഖൗമുൻ ലാ യുഅ്മിനൂൻ. എന്റെ റബ്ബെ, ഈ കൂട്ടര് വിശ്വസിക്കാനേ സന്നദ്ധതയില്ലാത്ത ഒരു ജനതയാണല്ലോ എന്നാണ് വല്ലാത്ത വിഷമവും സങ്കടവും ഒക്കെ പ്രകടമാകുന്ന വിധത്തിൽ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ആളുകളെ കുറിച്ച് പറയുകയുണ്ടായത്. അപ്പൊ അള്ളാഹു അതിനെ പരാമർശിച്ചുകൊണ്ട് നൽകുന്ന നിർദ്ദേശമാണ് ഈ സൂറത്തിന്റെ അവസാനത്തെ ആയത്തിലുള്ളത്. ഫസ്ഫഹ് അൻഹും. ഫസ്ഫഹ് അൻഹും എന്ന് പറഞ്ഞാൽ, പ്രവാചകരെ താങ്കള് ഇവരോട് വിട്ടുവീഴ്ച ചെയ്തേക്കും. അവരുടെ കാര്യം അങ്ങനെ അങ്ങ് മനസ്സിലേക്ക് എടുക്കണ്ട. അവരോട് വിട്ടുവീഴ്ചാപൂർവം പെരുമാറുക. നൂഹ് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണത്തിന്റെ അവസാന ഘട്ടത്തിൽ അങ്ങേയറ്റം നിരാശ ബാധിച്ച ഒരു സന്ദർഭത്തില് ആ ജനതയിൽ പ്രതീക്ഷ അറ്റ വിധത്തിൽ സംസാരിക്കുകയും അള്ളാഹുവിനോട് അവരുടെ കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് നമ്മൾ സൂറത്തു നൂഹിൽ കാണുകയുണ്ടായി. നേരത്തെ നമ്മൾ സൂറത്തു നൂഹിൽ ഇതിന് ശേഷം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൂറത്തിന്റെ ഒക്കെ ശേഷമാണത് വരുന്നത്.
അപ്പോ നേരത്തെ വായിച്ചിട്ടുള്ള ആളുകൾ അത് കണ്ടിട്ടും ഉണ്ടാവും. അപ്പൊ അങ്ങനെ നൂഹ് അലൈഹി ഇസ്ലാം പറഞ്ഞതിനോട് സമാനമായ ഒരു സന്ദർഭം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും വന്നു ചേർന്നിരിക്കുകയാണ്. പക്ഷെ അത് നൂഹ് അലൈഹി ഇസ്ലാം കാണിച്ച അത്രത്തോളം നിരാശയും വിഷമവും പ്രകടമാക്കിക്കൊണ്ട് അതേക്കുറിച്ച് പറയേണ്ടതില്ല എന്നാണ് ഇവിടെ അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൂചിപ്പിക്കുന്നത്. പറയുന്നത് ഫസ്ഫഹ് അൻഹും, അവരോട് വിട്ടുവീഴ്ച ചെയ്തേക്ക്. അവർക്ക് എതിരിൽ പ്രാർത്ഥിക്കുകയോ അവരെ ശപിക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരു തലത്തിലേക്ക് പോകരുത്. ഫസ്ഫഹ് അൻഹും, അവരോട് വിശാല മനസ്കതയോടുകൂടി പെരുമാറുക, അവരോട് വിട്ടുവീഴ്ച ചെയ്യുക. വഖുൽ, അവരോട് ഇങ്ങനെ പറയുകയും ചെയ്യുക. സലാം, സലാം എന്ന് പറയുക. സലാം എന്നത് സാധാരണ കണ്ടുമുട്ടുമ്പോഴാണ് പറയുക, അല്ലെങ്കിൽ പിരിയുമ്പോഴാണ് പറയുക. വേറൊരു രീതി, അവിവേകികളായ ആളുകൾ, ബുദ്ധിശൂന്യരായ ആളുകൾ അവരുടെ മൂഢമായ നിലപാടുകളുടെ ഷാഠ്യത്തിൽ തന്നെ കഴിയുമ്പോൾ അത്തരം ആളുകളോട് സംസാരം തുടരുകയോ തർക്കത്തിൽ ഏർപ്പെടുകയോ ചെയ്യുന്നതിന് പകരം സ്വീകരിക്കാവുന്ന ഒരു സ്ട്രാറ്റജി എന്ന നിലയ്ക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു കാര്യം സലാം എന്ന് പറഞ്ഞ് പിരിയാന്നുള്ളതാണ്. ഈ അവിവേകികളായ ആളുകൾ അവര് വളരെ ബുദ്ധിശൂന്യമായ അതുപോലെ മൂഢമായ ആ രീതിയിലൊക്കെ പ്രതികരിക്കാനിടയുണ്ട്. അവര് ചിലപ്പോ നിയന്ത്രണം വിട്ട് അവരുടെ പല നിലപാടുകളിലേക്കും പോകാനൊക്കെ സാധ്യതയുണ്ട്. അവരെ ബുദ്ധി ഉപദേശിച്ചത് കൊണ്ടോ വേദം ഓതി കേൾപ്പിച്ചത് കൊണ്ടോ ഒന്നും അവരുടെ തലയിൽ കയറാൻ പോകുന്നില്ല ഈ കാര്യങ്ങൾ. അങ്ങനെയുള്ള മൗഢ്യത്തിൽ കഴിയുന്ന ആളുകളായിരിക്കും. അത്തരം ആളുകളോട് കാര്യങ്ങൾ ഒരിക്കലോ രണ്ടു തവണയോ അല്ലെങ്കിൽ ആവശ്യമുള്ള അത്രയും തവണയോ ഒക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം പിന്നെ അതിൽ വല്ലാതെ നിരാശ കൊണ്ട് അതിൽ വളരെ ഇമോഷണലി ഇൻവോൾവ് ആയിക്കൊണ്ട് നിലക്കൊള്ളണ്ട എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിടെ നിർദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. വിട്ടുവീഴ്ച ചെയ്തേക്ക്, വിശാല മനസ്കതയോടുകൂടി അവരിൽ നിന്ന് പിരിഞ്ഞു മാറിയേക്ക്. സലാം എന്ന് പറയുക. അവരോട് വഖുൽ സലാമുൻ, അവരോട് നിങ്ങൾക്ക് ശാന്തി സമാധാനങ്ങൾ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാനാണ് അള്ളാഹുവിന്റെ പ്രവാചകന് അള്ളാഹു നിർദ്ദേശം നൽകുന്നത്. ഫസൗഫ യഅലമൂൻ, അവര് വൈകാതെ തന്നെ അറിഞ്ഞുകൊള്ളും. ഇതാണ് അള്ളാഹു അതിനോട് ചേർത്ത് പറയുന്ന ഒരു കാര്യം. രണ്ട് സാധ്യതകളാണുള്ളത്. വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ചില ജീവിതാനുഭവങ്ങളിൽ നിന്ന് അവര് പാഠം ഉൾക്കൊള്ളുകയും ഈ പ്രവാചകൻ അവരോട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളുടെ പൊരുൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ അവരുടെ മനസ്സ് പാകപ്പെടുകയും ചെയ്തെന്ന് വരാം. അതാണ് ഒരു സാധ്യത. മറ്റൊരു സാധ്യത, ഇതിനൊക്കെ അള്ളാഹു ഒരു അജല് വെച്ചിട്ടുണ്ടല്ലോ, ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. ആ അവധി എത്തുമ്പോ ഈ ആളുകൾ ശരിക്കും മനസ്സിലാക്കിക്കൊള്ളും, അവരറിഞ്ഞുകൊള്ളും. അള്ളാഹുവിന്റെ നടപടികളിലേക്ക് അള്ളാഹു നീങ്ങുമ്പോൾ ഇവർ തീർച്ചയായിട്ടും അവര് സ്വീകരിച്ചുകൊണ്ടിരുന്ന നിലപാടുകളുടെ ഭവിഷ്യത്ത് എന്ത് എന്ന് അറിഞ്ഞുകൊള്ളും. ഫസൗഫ യഅലമൂൻ, അവര് വൈകാതെ തന്നെ അറിയും കാര്യങ്ങൾ. അതുകൊണ്ട് അവർ ഉൾക്കൊള്ളുന്നില്ല, അവര് വേണ്ട പരിഗണന നൽകുന്നില്ല എന്ന പേരിൽ പ്രവാചകരെ താങ്കൾ വല്ലാതെ നിരാശ പൂണ്ട് അവർക്കെതിരെ തിരിയുകയോ അല്ലെങ്കിൽ അവരെ ശപിക്കുകയോ അവർക്കെതിരിൽ അള്ളാഹുവിന്റെ നടപടി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. അവരോട് വിശാല മനസ്കതയോടുകൂടി പെരുമാറുക, അവരെ അങ്ങ് വിട്ടേക്കുക, അവരോട് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഒഴിഞ്ഞു മാറിപ്പോവുക. ഫസ്ഫഹ് അൻഹും, അവരോട് വിട്ടുവീഴ്ച ചെയ്യുക, അവരെ വിട്ടേക്കുക. എന്നിട്ടോ വഖുൽ, അവരോട് പറയുകയും ചെയ്യുക. സലാമുൻ എന്ന്, സലാം എന്ന് പറയുക. അതൊരു സലാമാണ്. സംസാരം ഇനിയില്ല, നിങ്ങളോട് ഉള്ള സംസാരം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നിങ്ങളോട് ആശയ സംവാദമോ എന്തെങ്കിലും വിധത്തിലുള്ള ആശയം പങ്കുവെക്കലോ ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന ഒരു മെസ്സേജാണ് അത് നൽകുന്നത്. മതിയാക്കി കഴിഞ്ഞു, സലാം എന്ന് പറഞ്ഞ് പിരിയാനാണ്
ഇവിടെ നിർദ്ദേശം. ഫസൗഫ യഅലമൂൻ. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യം അവസാനിക്കുന്നില്ല. ഫസൗഫ യഅലമൂൻ, അവര് അറിയും, അവര് വൈകാതെ തന്നെ അറിയും. അത് അള്ളാഹുവിന്റെ ഒരു ആശ്വസിപ്പിക്കലാണ്. ഫസൗഫ യഅലമൂൻ, അവര് ശിക്ഷയാണ് അർഹിക്കുന്നതെങ്കിൽ തീർച്ചയായും അത് വന്നു ചേരുമ്പോ അവരറിയും. ഇനി അവര് സൗഭാഗ്യം ലഭിക്കാൻ പോകുന്ന ആളുകളാണെങ്കിൽ വൈകാതെ തന്നെ അവര് കണ്ണു തുറക്കും. അപ്പൊ അതിന്റെ ഫലം ഉണ്ടാവും. മക്കയിലെ ആ അഭിസംബോധിതരായ ആളുകളുടെ കൂട്ടത്തില് 2 വിഭാഗം ആളുകളും ഉണ്ടായിരുന്നു. സൗഭാഗ്യം ഏറ്റുവാങ്ങാൻ പിന്നീട് അവസരമുണ്ടായ, കണ്ണു തുറക്കാൻ അവസരമുണ്ടായ ധാരാളം ആളുകള് മക്കയിൽ ആ ഘട്ടത്തിലെ മുശ്രിക്കുകളുടെ കൂട്ടത്തില് ഉണ്ടായിരുന്നു. അവര് പിൽക്കാലത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രതിനിധാനം ചെയ്ത സത്യം തിരിച്ചറിഞ്ഞ് ഹഖിന്റെ മാർഗം സ്വീകരിക്കുകയും വിജയം വരിക്കുകയും ചെയ്ത ആളുകളാണ്. വേറെ ചിലര് പല ഏറ്റുമുട്ടലുകളിലായിട്ട് മുസ്ലിങ്ങളുടെ വാളിനിരയായി മരണം പുൽകിയ ആളുകളാണ്. അപ്പോ ബദർ യുദ്ധത്തിലും ഉഹദ് യുദ്ധത്തിലും ഒക്കെ മുസ്ലിങ്ങളുമായിട്ട് ഏറ്റുമുട്ടാൻ വേണ്ടി മക്കയിൽ നിന്ന് എത്തിയ ഈ ആളുകളിൽ പലരും അവിടെ മുസ്ലിങ്ങളുടെ ആയുധത്തിന് ഇരയായി മരിച്ചു വീഴുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ വേറെയും തുടർന്നുള്ള പല സംഭവങ്ങളിലും അവര് ദുരന്തം ഏറ്റുവാങ്ങുന്നവരായി ഒടുങ്ങിപ്പോകുന്നത് കാണുന്നുണ്ട്. അവർ തീർച്ചയായിട്ടും അറിയുന്നുണ്ട്. ഒരുപാട് പേര് ഹക്ക് മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടായി. പിൽക്കാലത്ത് ഇസ്ലാമിന്റെ തന്നെ വലിയ വക്താക്കളായി മാറിയത് ചരിത്രം സാക്ഷ്യം വഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ടും ശരിയായ നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടും അള്ളാഹുവിടെ പറയുന്നത് ഫസ്ഫഹ് അൻഹും, അവരോട് വിശാലത കാണിക്കുക, വിട്ടുവീഴ്ച ചെയ്ത് അവരിൽ നിന്ന് മാറി നിൽക്കുക. വഖുൽ സലാമുൻ, അവരോട് സലാം എന്ന് പറയുക, നിങ്ങൾക്ക് ശാന്തി സമാധാനം ഒക്കെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഒഴിഞ്ഞു പോവുക. ഫസൗഫ യഅലമൂൻ, അവര് വൈകാതെ തന്നെ അറിയും. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച വിധത്തില് ഒന്നുകിൽ അവര് അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രതിനിധാനം ചെയ്യുന്ന യാഥാർത്ഥ്യം എന്താണ് എന്ന് കണ്ണ് തുറന്ന് കാണുകയും ഉൾക്കൊള്ളുകയും അതിന്റെ ആളുകളായി മാറുകയും ചെയ്യും. അതല്ലെങ്കിൽ അവർ അർഹിക്കുന്നത് ദൈവിക നടപടിയും ശിക്ഷയും ഒക്കെയാണെങ്കിൽ അത് വന്നു ചേരുമ്പോഴും അവര് തിരിച്ചറിഞ്ഞോളും. ഇതാണ് ഈ സൂറത്ത് അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേൾപ്പിക്കുന്ന കാര്യം. സൂറത്ത് സുഹ്റൂഫിന്റെ പഠനമാണ് നമ്മളിവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഈ സൂറത്തിന്റെ 89 ആയത്തുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങൾക്കും അതുപോലെ പ്രതികരണങ്ങൾക്കും ഒക്കെയുള്ള അവസരമാണ് നാളെയും മറ്റന്നാളും. അപ്പോ ഇൻഷാ അല്ലാഹ് ഇനിയും എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ താല്പര്യമുള്ളവര് ഈ നമ്മളുടെ ചാറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നൽകുകയോ ചെയ്താൽ അവ ഈ സൂറത്തിന്റെ ഉപസംഹാരമായിട്ട് നമ്മൾ പരിഗണിക്കുന്ന ചോദ്യോത്തര പരിപാടിയിൽ അവ ഉൾപ്പെടുത്തുന്നതാണ്. അതിന് സാധ്യമാകുന്ന വിധത്തിലുള്ള ഒരു പ്രതികരണം നൽകുന്നതുമാണ്. ഈ സൂറത്തിന്റെ പഠനം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.